നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വർഷത്തെ വിഷു ഫലമാണ്. മലയാളികളുടെ പുതുവർഷമായ വിഷുദിനത്തിൽ സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് പുതിയ ആരംഭത്തിൻ്റെ സൂചനയായി കണക്കാക്കുന്നത്. ഈ സമയത്തെ ഗ്രഹനിലയും നക്ഷത്രസ്ഥാനവും അടിസ്ഥാനമാക്കി വരാനിരിക്കുന്ന വർഷത്തെ ജീവിത പ്രവചനങ്ങളാണ് വിഷുഫലം എന്ന് പറയുന്നത്. ഇനി ഈ വർഷത്തെ വിഷുഫലം നക്ഷത്രപ്രകാരം നോക്കാം. അശ്വതി നക്ഷത്രം. ഈ വർഷം അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന വർഷമായിരിക്കും. തൊഴിൽ രംഗത്ത് മുന്നേറ്റമുണ്ടാകാം. ധനകാര്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയാൽ നല്ല നേട്ടങ്ങൾ ലഭിക്കും. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികൾ ഉണ്ടാകാമെങ്കിലും പരിശ്രമം കൊണ്ട് വിജയിക്കാനാകും. കുടുംബത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ നല്ല സമയമാണ്. രോഹിണി നക്ഷത്രം. ഈ വർഷം രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകാം. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രക്കാർക്ക് യാത്രകൾ കൂടാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാം. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർക്ക് പഠനത്തിലും ജോലിയിലും നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങൾ ജീവിതത്തിൽ വരാം. പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്ന വർഷമായിരിക്കും. ധനകാര്യ കാര്യങ്ങളിൽ മെച്ചം കാണാം. പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാർക്ക് കുടുംബ സൗഖ്യം വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് സ്ഥിരതയുണ്ടാകാൻ സാധ്യതയുണ്ട്. ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാം. ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ വിജയം നേടാം. മകം നക്ഷത്രം. മകം നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കാം. ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകാം. പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കാം. കുടുംബത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാം. ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ മുന്നേറ്റമുണ്ടാകാം. പരിശ്രമത്തിന് ഫലം ലഭിക്കുന്ന വർഷവുമാണ്. അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ധനകാര്യ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക് പുതിയ ആശയങ്ങൾ വിജയത്തിലേക്ക് നയിക്കും. ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകാം. ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് പഠനത്തിലും ജോലിയിലും മുന്നേറ്റമുണ്ടാകാം. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് പുതിയ ബന്ധങ്ങളും അവസരങ്ങളും ലഭിക്കും. സാമ്പത്തികമായി മെച്ചം കാണാം. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് ജോലി മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ക്ഷമയോടെ മുന്നോട്ട് പോയാൽ വിജയം ലഭിക്കും. തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികൾ ഉണ്ടാകാം. എന്നാൽ ധൈര്യത്തോടെ പ്രവർത്തിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും. മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർക്ക് യാത്രകളും പുതിയ അനുഭവങ്ങളും ഉണ്ടാകാം. ധനകാര്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ലഭിക്കുന്ന വർഷമാണ്. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും. ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്ക് പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ നല്ല സമയമാണ്. സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകാം. തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ബിസിനസ്സിലും ജോലിയിലും വളർച്ച ഉണ്ടാകാം. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കാം. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്ക് ധനകാര്യ നേട്ടങ്ങൾ ഉണ്ടാകാം. പുതിയ അവസരങ്ങൾ ലഭിക്കാം. ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർക്ക് പുതിയ ആശയങ്ങൾ വിജയത്തിലേക്ക് നയിക്കും. പഠനത്തിൽ നേട്ടവും ലഭിക്കും. പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാവുന്ന വർഷമാണ്. കുടുംബ സൗഖ്യവും വർദ്ധിക്കും. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് സ്ഥിരതയുണ്ടാകാം. പരിശ്രമത്തിന് ഫലം ലഭിക്കും. രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം പുതിയ തുടക്കങ്ങൾക്കുള്ള നല്ല സമയമാണ്. ധനകാര്യ പുരോഗതിയും സന്തോഷകരമായ സംഭവങ്ങളും ഉണ്ടാകാം. ഇതുവരെ കണ്ടത് നക്ഷത്രങ്ങളുടെ പൊതുവായ വിഷുഫലമാണ്. ഓരോ നക്ഷത്രങ്ങളുടെയും വിശദമായ വിഷുഫലം നാളെ മുതൽ തുടർച്ചയായി അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് ലഭിക്കാൻ ഞങ്ങളുടെ പുതിയ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്.